അലഹാബാദ് ഹൈക്കോടതിയിൽ യശ്വന്ത് വർമ്മയെ കാലുകുത്തിക്കില്ല എന്നായപ്പോൾ കൽക്കത്ത ഹൈക്കോടതിയിലേക്ക് വിടാമെന്നായി. എന്നാൽ നിയമവ്യവസ്ഥയെ തന്നെ ചതിച്ച വർമ്മയെ സ്വീകരിക്കാൻ തയ്യാറല്ല കൽക്കത്ത ഹൈക്കോടതി. അലഹാബാദ് ഹൈക്കോടതിക്ക് ശേഷം രാജ്യത്തെ ഏറ്റവും പഴക്കമേറിയ കൽക്കത്ത ഹൈക്കോടതിയാണ്. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയെ കൊൽക്കത്ത ഹൈക്കോടതിയിലേക്ക് നിയമിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിവിധ അഭിഭാഷക സംഘടനകൾ ചൊവ്വാഴ്ച പ്രകടനം നടത്തി. 3 അഭിഭാഷക സംഘടനകൾ ചേർന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് കത്തെഴുതിയതിന് പിന്നാലെയാണ് പ്രതിഷേധം ശക്തമായത്. കൽക്കത്ത ഹൈക്കോടതിയിൽ കളങ്കപ്പെട്ട ജഡ്ജിയെ നിയമിച്ചത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കത്ത് എഴുതിയത്. ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരു ജഡ്ജിയെ സ്വീകരിക്കാൻ കൊൽക്കത്ത ഹൈക്കോടതി നിർബന്ധിതമാകുന്നതിനാൽ നിലവിലെ സാഹചര്യം അപൂർവങ്ങളിൽ അപൂർവമായ വിഭാഗത്തിൽ പെടുമെന്ന് അംഗങ്ങൾ ഏകകണ്ഠമായി സമ്മതിച്ചു. നമ്മുടെ ഹൈക്കോടതിയുടെ ബഹുമാനത്തിന് ഇത് അസന്നമായ ഭീഷണിയായിരിക്കുമെന്നും 3 അസോസിയേഷനുകളും സംയുക്തമായി പുറത്തിറക്കിയ ഒരു മെമ്മോറാണ്ടത്തിൽ പറയുന്നുണ്ട്. കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിമാരെ ഉപേക്ഷിക്കാനുള്ള സ്ഥലമല്ല എന്നാണ് പറയുന്നത്. സ്ഥലം മാറ്റം പതിവല്ല എന്ന് ഞങ്ങൾക്ക് വിവരം ലഭിച്ചു എന്നും തീരുമാനം മാറ്റിയില്ല എങ്കിൽ ഞങ്ങൾ ആരും അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നും പ്രസ്ഥാനം തുടരുമെന്നും ബാർ അസോസിയേഷൻ സെക്രട്ടറി സബ്യചാരി ചൗധരി പ്രഖ്യാപിച്ചു. യശ്വന്ത് വർമ്മയെ സ്വീകരിക്കാൻ ആരും തയ്യാറല്ല തന്നെയാണ് അഭിഭാഷകർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം അലഹാബാദ് ഹൈക്കോടതി മറ്റൊരു നിർണായക തീരുമാനമെടുത്തിരുന്നു. ഒറ്റ ഉത്തരവ് കൊണ്ട് 582 ജഡ്ജിമാരെ സ്ഥലം മാറ്റിക്കൊണ്ടാണ് ഞെട്ടിച്ചത്. 236 അഡീഷണൽ ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർക്ക് സ്ഥലം മാറ്റം നൽകിയിരുന്നത് അലഹാബാദ് ഹൈക്കോടതിയിലെ ജോയിന്റ് രജിസ്ട്രാർ സതീഷ് കുമാർ പുഷ്കറാണ് സ്ഥലം മാറ്റ ഉത്തരവുകൾ പുറപ്പെടുവിച്ചത്. സെക്ഷൻ ജഡ്ജിമാർ, സീനിയർ ഡിവിഷനിലെ 207, സിവിൽ ജഡ്ജിമാർ, ജൂനിയർ ഡിവിഷനിലെ 139 പേര് എന്നിവർ സ്ഥലം മാറ്റം നേരിടേണ്ടി വന്നിരുന്നു. കാൺപൂരിലാണ് ഏറ്റവും കൂടുതൽ സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത്. അവിടെ നിന്നും 13 ജഡ്ജിമാരെ സ്ഥലം മാറ്റി. അലിഗഡിൽ നിന്നും 11 ജഡ്ജിമാരെയും ബറേലിയിൽ നിന്നും 5 ജഡ്ജിമാരെയും സ്ഥലം മാറ്റി. സ്ഥലം മാറ്റിയവരിൽ വാരണാസിയിലെ ഗ്യാൻവാപി പള്ളിയുടെ സർവേ നടത്താൻ തീരുമാനമെടുത്ത ജഡ്ജി രവികുമാർ ദിവാകർ അക്കൂട്ടത്തിൽ ശ്രദ്ധേയനാണ്. അദ്ദേഹത്തെ ബറേലിയിലേക്കാണ് സ്ഥലം മാറ്റിയത്. ഇപ്പോൾ ചിത്രകൂട് ജില്ലാ കോടതിയിലേക്ക് അയച്ചിരിക്കുന്നു. തന്റെ തീരുമാനങ്ങളിലെ പലപ്പോഴും മതഗ്രന്ഥങ്ങളെ പരാമർശിക്കുന്ന ദിവാകർ ഇസ്ലാമിക മത നേതാവ് മൗലാന തൗഹീർ റാസയ്ക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചതിന് ശേഷം ബറേലിയിൽ വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി മാറി. കൂടാതെ യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ ഉണ്ടായ ദുരൂഹമായ തീപിടുത്തത്തെ കുറിച്ചുള്ള അന്വേഷണം ഇനി ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ട് പോകുക. ഈ സാഹചര്യത്തിൽ 8 പോലീസുകാരുടെയും അഗ്നിശമന സേന ഉദ്യോഗസ്ഥരുടെയും ഫോണുകളുടെ ഫോറൻസിക് അന്വേഷണം നടക്കുകയാണ്. വിവരമനുസരിച്ച് സ്ഥലത്തെത്തിയ എല്ലാ ഉദ്യോഗസ്ഥരുടെയും ഫോണുകൾ ഡൽഹി പോലീസ് പിടിച്ചു വെച്ചിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ ഏതെങ്കിലും ഫോട്ടോയോ വീഡിയോയോ എടുത്തിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കും. ഈ ഫോട്ടോകളോ വീഡിയോകളോ ആർക്കാണ് അയച്ചതെന്നും പരിശോധിക്കും. ഇവ സർക്കാർ വകുപ്പുകൾക്ക് മാത്രമാണോ അയച്ചത് അതോ മറ്റാർക്കെങ്കിലും അയച്ചതാണോ? ഫോട്ടോകളോ വീഡിയോകളോ എടുത്തവർ പിന്നീട് അവ ഇല്ലാതാക്കിയില്ല. കാരണം കോളുകൾ എടുത്തത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ്. ഫോറൻസിക് അന്വേഷണത്തിൽ വീഡിയോകളും ഫോട്ടോകളും ആരാണ് നിർമ്മിച്ചതെന്നും അവ ആർക്കാണ് അയച്ചതെന്നും വ്യക്തമാകും. സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ ആരുമായി സംസാരിച്ചു, എത്ര നേരം, ആർക്കാണ് അവരുടെ കോൾ ലഭിച്ചത്, സംഭവ സ്ഥലത്തെ ഫിംഗർ പ്രിന്റ് എന്നിവ പരിശോധിക്കും. ഈ വിഷയത്തിൽ അന്വേഷണ സമിതി ഇതുവരെ നിരവധി പേരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. സത്യവും നുണയും കണ്ടെത്തുന്നതിനായി അന്വേഷണ സമിതി ഈ ആഴ്ച അന്വേഷണം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകും. അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് വർമ്മയുടെ ഭാവിയും തീരുമാനിക്കും.